ഹായ് ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒന്ന് പുറത്ത് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഒരു കിടിലം വ്ളോഗായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എവിടേക്കൊക്കെ പോകണമെന്നുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ ഞങ്ങളൊക്കെ അത് വീട്ടിൽ നിന്ന് മാറ്റി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇതാ ബബ്ലുട്ടി സുന്ദരി കുട്ടിയായിട്ടുണ്ട്, ഐമൻ ഇതാ റെഡി ആയിട്ടുണ്ട് അല്ലേ. ബാക്കി എല്ലാവരും ഇവിടെ അതാ എല്ലാവരും അവിടെയൊക്കെ റെഡി ആയിട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇൻട്രോ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഊഞ്ഞാലേ വന്നിരുന്നാണ് അല്ലേ. അപ്പോൾ ഞങ്ങളിപ്പോൾ സാക്കുവിൻ്റെ വീട്ടിലാണ്, ഇവിടെ നിന്നാണ് എല്ലാവരും കൂടി ഇന്ന് പോണത് അല്ലേ. നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവാണ് അല്ലേ. പറഞ്ഞോളേ, നമ്മൾ അടിച്ചു പൊളിച്ചാണ് പൊളിക്കാൻ പോണ നമ്മള്. അപ്പൊ എല്ലാരും മുഴുവനായിട്ട് കാണൂലേ. അപ്പൊ ഇഷ്ടായ എല്ലാരും അതന്നെ അതുപോലെ പറഞ്ഞതൊക്കെ ചെയ്യട്ടാ. നമ്മളെ അഭിപ്രായങ്ങളൊക്കെ എല്ലാരും കമന്റ് ചെയ്യണം അല്ലേ. അപ്പൊ ഞങ്ങൾ പോണ വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പൊ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം അല്ലേ. അപ്പൊ നമ്മൾ ഇൻട്രോ പറയലൊക്കെ കഴിഞ്ഞതാണ്. അപ്പൊ നമ്മളെ ആറ്റുകുട്ടി അപ്പൊ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ വന്നപ്പോൾ പറഞ്ഞ് ഇന്നെ കാണിച്ചിട്ടില്ല, വീണ്ടും കാണിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടി എടുത്തതാണ് അല്ലേ. അപ്പൊ പറഞ്ഞാളെ എന്താ പറയുള്ളത് എനിക്ക്? പറ എല്ലാരും പറയാ ഒന്നില്ലല്ലേ. പറ എല്ലാണ്ടാളും പറഞ്ഞോ. വീണ്ടും എടുക്കാൻ പറഞ്ഞു. അപ്പൊ എല്ലാരും മുഴുവനായിട്ട് കാണാൻ പറഞ്ഞാളാ. ഞങ്ങളെ ഇഷ്ടമായി എല്ലാരും കമന്റ് ചെയ്യാം. എടുക്കണേ ഡോറയുടെ വീട്ടിലേക്ക്. അപ്പൊ ഞങ്ങളെ വീഡിയോ തുടങ്ങട്ടെ. ഇവരെ വർത്താനം പറഞ്ഞെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്ളോഗ് എടുക്കാൻ ടൈം കിട്ടില്ല. ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോകണ്ടില്ലേ. അപ്പൊ എല്ലാവർക്കും കാണാം അല്ലേ. പറഞ്ഞോളെ ബൈ ബൈ. അപ്പം മൊത്തം പണിയോളെ. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടത് നമ്മളെ തമ്പ്ലൈനിൽ പറഞ്ഞ പോലെ വിധിച്ചതൊന്നും അല്ലെ കൊതിച്ചതൊന്നും വിധിച്ചതൊന്നും എന്ന് പറഞ്ഞ പോലെ എന്തേ പറ്റിയെന്നല്ലേ. അപ്പോൾ നമ്മൾ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടുള്ളായിരുന്നു ഞായറാഴ്ച ബേപ്പൂര് കടപ്പുറം കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഒന്ന് വന്നതാണ്. അപ്പോൾ വന്ന വരവിൽ പിന്നെ എന്താ ഉണ്ടായി എന്നുള്ളതൊക്കെ ഒന്ന് കണ്ടു നോക്കി. അപ്പോൾ ബേപ്പൂർക്ക് വന്ന നമ്മുടെ ഈ യാത്രയിൽ എന്താ ഉണ്ടായതെന്നുള്ളതിൻ്റെ വിശേഷങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരും ചെയ്യാം. കൂടെ നമുക്ക് മറ്റുള്ള വീഡിയോസിലൂടെ വിശേഷങ്ങൾ പറയുകയും ചെയ്യല്ലേ. സുന്ദരമായ ഉറക്കൊക്കെ കഴിഞ്ഞ് ഒരറക്കല്ല എത്ര ഉറക്കം നന്നായിട്ടുണ്ട് ഉറങ്ങി എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ നമ്മള് ലക്ഷ്യസ്ഥാനത്ത് എത്താറായി. നല്ല ബ്ലോക്ക് ഉണ്ട് ഇവിടെ. ചെമ്പക കോളനിയോ ഇവിടെ ആ പേര് ഇറങ്ങിയിട്ട് എടുക്കാം. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്ഥലം കിട്ടാഞ്ഞെടുത്ത് കണ്ടില്ലേ. ഇമ്മാതിരി ബ്ലോക്കാണ് കേട്ടോ. അങ്ങനെ കുത്തിരിങ്ങി ആളൂസ് നമ്മളവിടെ ഇറക്കി തന്ന് ആളൂസ് മാത്രം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവില്ല. കാരണം എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്യണമല്ലോ. ഇത് കണ്ടില്ലേ, ഇത് മൊത്തം ബേപ്പൂർ കാണാൻ വന്ന മനുഷ്യന്മാരാണ് മക്കളെ. പിന്നെ പറയണോ, ഇങ്ങനത്തെ ഒരു ജനക്കൂട്ടം ഇതുപോലത്തെ ഒരു തിരക്കിൽപ്പെട്ട സ്ഥലത്തേക്ക് അടുത്ത കാലത്തൊന്നും പോയിട്ടില്ല കേട്ടോ. അമ്മാതിരി തിരക്കും ആൾക്കാരായിരുന്നു. മക്കളെ കൈ വിട്ടിട്ടങ്ങാണ്ട് പോയാൽ കിട്ടൂല. അമ്മാതിരിയുള്ള തിരക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്ത തിരക്കാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടിട്ട് ബേപ്പൂർ കടപ്പുറത്തേക്ക് നടന്നു പോണ മനുഷ്യന്മാരാണ് ഇതൊക്കെ. 3 കിലോമീറ്ററോളാണ് ആൾക്കാരെല്ലാം കൂടിയുണ്ട് നടന്നത്. ശരിക്കും നടക്കണതിൻ്റെ രസം വേറെ ആയിരുന്നു. ഇറങ്ങിയിൽ നമ്മൾ നടക്കാറില്ല. കാരണം നമ്മൾ ഒറ്റയ്ക്കല്ല, ഇതൊരു തരം ജാഥ പോകുമ്പോൾ പോയോണ്ടിരിക്കുകയാണ്. കണ്ട മനുഷ്യന്മാർ മൊത്തം ഒരേ സ്ഥലത്തേക്ക്. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ എത്ര തോനെ കാണാനുള്ളത് എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു കേട്ടോ. നടന്ന് ഞങ്ങളവിടെ അതിൻ്റെ ഉള്ളുഭാഗത്ത് എത്തിയപ്പോഴേക്ക് സമയം 6-6:30 മണിയാവാറായിട്ടുണ്ടായിരുന്നു.
നടന്ന് കുടുങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇമ്മാതിരി നടത്തം ഞങ്ങൾ ആരും അടുത്ത കാലത്തൊന്നും നടന്നിട്ടില്ല കേട്ടോ. അത്രയ്ക്ക് ദൂരമാണ് നടന്നിട്ടാണ് ഇത് ഇവിടെ എത്തിയിട്ടുള്ളത്. നമ്മളെ വണ്ടി കിടക്കുന്നത് എങ്ങോണ്ടോ ആണ്. ഇവിടുന്ന് അത്രയും എത്തിയാലും ഇനി എപ്പോഴും അങ്ങോട്ട് തിരിച്ചെത്താന്ന് പോലും അല്ലാമല്ലോ. അപ്പോൾ എന്തായാലും ഇവിടെ ബേപ്പൂർ കടപ്പുറത്തിൻ്റെ ഒരു തുമ്പ് കണ്ടിട്ടുണ്ട്. ഇവിടെ ജങ്കാറൊക്കെ വന്നിട്ട് അപ്പുറത്തേക്ക് പോകാനുള്ളവരൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. വണ്ടികളും ആൾക്കാരൊക്കെ കയറിപ്പോണ്ട് കുറേ ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണാൻ നല്ല രസം കിട്ടും. പക്ഷേ ശരിക്കുള്ള ഭാഗം നമ്മൾ കണ്ടിട്ടില്ല. കാണണമെങ്കിൽ ഇനി ഒരുപാട് നടക്കണം. അങ്ങേ തലക്ക് കണ്ടില്ല. ഇത് മൊത്തം അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇതെല്ലാം കൂടി ഇന്നൊരു ദിവസം വന്നതാണോ വിചാരിച്ചിട്ട് അടൂസ് അവിടെ തൊട്ടടുത്തുള്ള ഒരു കടക്കാരോട് ചോദിച്ചപ്പോൾ ആൾ പറയാം ബേപ്പൂർ ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മുടെ നടുലൂടെ പോണ ആ പാലം എന്താണ് അതിൻ്റെ പേര് കിട്ടണില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും വരച്ചാൽ കമൻറ്റ് ഇടുകൊണ്ട്. അപ്പോൾ ആ പാലം വന്നതിന് ശേഷം ബേപ്പൂർ മൊത്തവും ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല, എന്താ പറയുക, എന്തായാലും നനഞ്ഞു കുളിച്ച് പോകാമെന്ന് പറഞ്ഞ പോലെ ഞങ്ങളെല്ലാവരും ഇവിടെ ഇരുന്ന് ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ച് മക്കളൊക്കെ നടന്നിട്ട് ജനിച്ചതിന് ശേഷം അതിന് നടത്താരും നടന്നിട്ടുണ്ടാവില്ല. കാരണം അങ്ങോട്ട് തിരിച്ചു പോകാൻ വയ്യ, അങ്ങോട്ടും പോകാൻ പറ്റുക. പിന്നെ എന്തായാലും കുറ്റിപ്പുറം മുതൽ ബേപ്പൂർ വരെ വന്നല്ലേ വെച്ചിട്ട് ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്നിട്ട് കുറേ ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്ത്. അപ്പോൾ ചേട്ടനെങ്കിൽ ഞങ്ങളിൽ അളൂസ് ഞങ്ങളെ കൂടെ ഇല്ല. അളൂസ് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റാഞ്ഞിട്ട് ഇപ്പോഴും എവിടെയോ നിൽക്കുക. ആസിപ്പും ശരിയാണെന്നുണ്ടെങ്കിൽ വേറെ എവിടെയോ പോയി പെട്ടിക്കണം. ഞങ്ങൾ ഉമ്മയും മക്കളും പേരക്കുട്ടികളും കൂടി ഇവിടെയും പെട്ട ഐസ്ക്രീം വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ 3 കൂട്ടരും 3 ഭാഗത്തായിട്ടാണ് പണിക്കുന്നത്. മോഞ്ചി പോയ പേസുണ്ട്. തിരക്കൊക്കെ കഴിഞ്ഞ് നടന്ന് ഇവിടെ എത്തിയപ്പോൾ രാത്രിയായി. ഇപ്പോൾ രാത്രി ഉള്ള കാഴ്ച മാത്രം കാണാൻ പറ്റും. മുട്ടായി തെരുവിൽ എമ്മാതിരി തിരക്കൊടുക്കാനും കണ്ടിട്ടുള്ളൂ അല്ലേ? ഇത്രയില്ല. ഇതൊക്കെ 2 മണിക്കൂറോളം നടന്നിട്ടില്ല എത്തിയത്. ഇത്രയും കണ്ട പെരുന്നാൾ കൂടിയിട്ട് ആദ്യമായിട്ടാണ് ഇത്ര ജനലക്ഷങ്ങൾ കൂടിയിട്ടുള്ള ഒരു ബീച്ചോരം കാണുന്നത്. അവിടെ മറ്റേ പാലൊക്കെ ഉണ്ട് കേട്ടോ, ഫേമസ് ആയിട്ടുള്ള എന്താണ് അതിൻ്റെ പേര്, അതൊക്കെ ഉണ്ട് അവിടെ. പക്ഷെ കാണാൻ പറ്റിയില്ല, ഭയങ്കര റിസ്ക്കാണ് അവിടെ. അതൊക്കെ ലക്ഷ്യമായിട്ട് നമ്മൾ പോകുന്നത്. ഇവിടെ എത്തിയിട്ട് 2 മണിക്കൂറാണ് നമ്മൾ നടന്നത്. വണ്ടിയൊക്കെ എവിടേക്കേ കിടക്കണം. ഇനിയിപ്പോൾ ഇവിടുന്ന് പോയി കിട്ടിയ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ കണ്ടില്ലേ എന്താന്ന് വെച്ചിട്ടാ. അങ്ങനെ വിചാരിച്ചതൊന്നും നടന്നത് മറ്റൊന്നും അറിഞ്ഞ പോലെ എന്തൊക്കെയായിരുന്നു വെച്ചിട്ടാണ് പെരയെന്ന് വരുമ്പോഴുള്ള പൂതിയെല്ലായിടത്തും. എന്താ പറയുക, കുറ്റിപ്പുറം പാലം, മലപ്പുറം കത്തിയാറിന് പോലെ ഭയങ്കര പൂതിയോളായിരുന്നു. എന്തായാലും ഇതുവരെ അനുഭവമായി. പലപ്പോഴും കടപ്പുറത്ത് പോയിട്ട് എപ്പോഴും ഒരേപോലത്തെ അനുഭവം കിട്ടണം. കൈ രസമല്ലേ? ഇതൊക്കെയുമാണല്ലോ അറിയാം. കാരണം ഇത്രയും കണ്ട മനുഷ്യന്മാരൊക്കെ ഇതൊക്കെ ഈ ഒരു പല ആഗ്രഹങ്ങൾ വെച്ചിട്ടായിരിക്കും കൂടി വന്നിട്ടുണ്ടാകും. പക്ഷെ ഒന്നും വന്നാൽ ആർക്കും വിചാരിച്ച പോലെ ഒന്നും നടന്നിട്ടുണ്ടാവില്ല. കാരണം എല്ലാവരും ഇതേപോലെ എന്തും തിരക്കും കഴിഞ്ഞ് ഇതപ്പോൾ എല്ലാവരും ഇവിടെ ഇരിക്കുക. അപ്പോൾ എല്ലാവരും ഇപ്പോൾ പണ്ടാരണ്ട് പറഞ്ഞ പോലെ വൈരാഗ്യം തീർക്കാൻ ഇരിക്കുമ്പോഴോ കടപ്പുറത്തോടെ ഇരിക്കുകയാണ്. ഇതൊക്കെ തിരക്ക് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ആരും പോണ ലക്ഷണം കാണാനില്ല. ഏത് കൊമ്പാ? ലുട്ടാപ്പിക്കല്ലേ കൊമ്പ്? അപ്പൊ ലുട്ടാപ്പി കൊമ്പില്ലേ? ഇതുപോലെ എഴുത്ത് കട്ടുണ്ട് മായാവിക്ക് കട്ടുണ്ട് മായാവിക്ക് എഴുത്ത് കട്ടാണ്ട് കുട്ടിച്ചാത്തൽ ലുട്ടാപ്പി കുഞ്ഞായി കുഞ്ഞായി കുട്ടിച്ചാത്തൽ കുഞ്ഞായി. മറ്റേ അത്രയും പോരെ. ഏതാ ടേസ്റ്റ്? രണ്ടു
രണ്ടും പോരാന്ന് ചെറിയ അത് ഇഷ്ടമായി ചേട്ടനെ ലീനൂടെ കിണറുണ്ടാക്കണം നിങ്ങളുണ്ടാക്കിക്കോ കണ്ണിലാവല്ലേ ഓക്കെ പോയി അങ്ങനെ സമയം രാത്രി 9:30 മണിയായി. അപ്പോൾ രാത്രി കാര്യം പിന്നെ വീഡിയോയിൽ കാണിക്കാനൊന്നും പറ്റില്ല. പക്ഷെ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല കടൽക്കാറ്റ് കൊണ്ട് നല്ല കടലിൻ്റെ നടുക്കൂടുള്ളൊരു പാലത്തുമ്പോൾ കൂടെ ഇങ്ങനെ നടന്ന് അറ്റത്തെത്തണ പോലെ നടന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷെ വീഡിയോയിലൊന്നും കാണിക്കാൻ പറ്റില്ല. അതുണ്ടായത് വ്ളോഗ് എടുക്കാൻ വന്നിട്ട് വ്ളോഗ് എടുക്കാൻ പറ്റില്ല. പക്ഷെ നന്നായിട്ട് എല്ലാവരും നന്നായി എൻജോയ് ചെയ്തിട്ടാ. ഇനി 9:30 ആയിട്ടുണ്ട്. അവിടെ എന്തോ ഒരു തല്ലൊക്കെ നടക്കുന്നുണ്ട്. അവിടെ എന്തോ പ്രശ്നമുണ്ട്. ഇനി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോവാം. അപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ കയറുമ്പോൾ അവിടത്തെയും കൂടി എന്തൊക്കെ കഴിക്കണമെന്നൊക്കെ ഉള്ളതും കൂടി കാണിച്ചിട്ടാ. അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ നമ്മൾ കൊതിച്ചതും വിധിച്ചതുമായിട്ടുള്ള ഇന്നത്തെ